نحمده ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും റബ്ബിൻ്റെ മുമ്പിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സകലമാന കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന പരലോകത്തെ ഭയന്ന് രഹസ്യജീവിതവും പരസ്യജീവിതവും പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കി വിശുദ്ധമാക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്താണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നിങ്ങളുടെ തൗഫീഖ് നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ പുണ്യകർമ്മങ്ങളും നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ കഴിഞ്ഞ്, പെരുന്നാൾ കഴിഞ്ഞ് ആദ്യ ജുമയിലാണ് നമ്മളുള്ളത്. റമദാനിൽ നേടിയെടുത്തതെല്ലാം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസികളായ നമുക്കെല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. ചെയ്ത കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുവാനായി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. അള്ളാഹു ആ ഒരു പ്രാർത്ഥനയിൽ കഴിയുന്ന കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളേറെ മുഖ്യമായി നമ്മളെ ശത്രുവായി കാണുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ പലർക്കും ഒരുപാട് ഉത്തരങ്ങൾ അതിന് പറയാനുണ്ടാവും.
നമുക്ക് പാര വെക്കുന്ന, നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന, അങ്ങനെ പലരെയും കുറിച്ച് നമുക്ക് പറയാനുണ്ടാവും. എന്നാൽ ഒരു വാളെടുത്ത് നമ്മളെ വെട്ടാൻ വരികയാണെങ്കിൽ വരെ ഒന്നുകിൽ നമുക്ക് തടുക്കുക അല്ലെങ്കിൽ ഓടാഒക്കെ ചെയ്യാം. അത്ര വലിയ മുഖ്യ ശത്രുവിനേക്കാൾ വലിയ ശത്രുവായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നത് നമ്മളെ ഏറ്റവും മുഖ്യ ശത്രു പിശാചാണ്. അതുകൊണ്ട് ആ മുഖ്യ ശത്രുവിനെ കരുതിയിരിക്കാൻ നമ്മോട് ആവർത്തിച്ച് ഖുർആനിൽ ആവശ്യപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടനവധി പ്രാർത്ഥനകളിലും ശൈത്താൻ എന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള, അള്ളാഹുവിനോട് കാവൽ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും ധാരാളം നമ്മൾക്ക് കാണാൻ സാധ്യമാകും. വിശ്വാസികളായ നമ്മളോട് അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം. ഭാഗികമായ പോരാ, നമുക്കിഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു പോന്നാൽ പോരാ, പരിപൂർണമായും പരിപക്വമായും ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും ഇസ്ലാമിലേക്ക് നമ്മൾ പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, നിങ്ങൾ ശൈത്താന്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ പാടില്ല. പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ്. അതെ, നേരിട്ട് വരുന്ന ശത്രുവിനെ ഈ പറഞ്ഞതിലെങ്ങനെ തടുക്കേ ഓടുകയൊക്കെ ചെയ്യാം. മറഞ്ഞു വരുന്ന ശത്രുവിനെ നമുക്ക് കാണാൻ സാധ്യമല്ലല്ലോ. മറഞ്ഞ പ്രത്യക്ഷമായ ശത്രുവാണ്. അതുകൊണ്ട് ഏറെ കരുതണം എന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അലം അഹദിലൈക്കും യാ ബനി ആദമല്ല തഅബുദു ശൈത്വാൻ, ആദം സന്തതികളെ, നിങ്ങളോട് ഞാൻ ആജ്ഞാപിച്ചിട്ടില്ലേ അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ്. ഫനിഅബ്ദൂനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. ഹാദാ സിറാത്തി മുസ്തഖീം, അതാണ് ചൊവ്വായ പാത. എത്ര ആയത്തുകളിലാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുഖ്യ ശത്രുവിനെ പറ്റി അദുവ്വും മുബീൻ, അദുവ്വും മുബീൻ എന്ന് ആവർത്തിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ പ്രത്യക്ഷമായ ശത്രുവിനെ, നമ്മളെ മറഞ്ഞ വഴിയിലൂടെ നമ്മളെ ആക്രമിക്കുന്ന ശത്രുവിനെ നമ്മൾ തിരിച്ചറിയാനും ആ രീതിയിൽ ആ പിശാചിനോട്, പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള കാവൽ നിരന്തരമായി റബ്ബിനോട് ചോദിക്കുവാനും അതനുസൃതമായി ഓരോന്നിലും പിശാച് ഇടപെടുന്ന രംഗത്തെ നമ്മളേറെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കാണാനും റമളാൻ കഴിഞ്ഞു നിൽക്കുന്ന ഈ ജുമയിൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കുറച്ച് ഗൗരവമാണ് ആ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അജ്റദമെന്ന രക്തം ഓടുന്ന എല്ലാ സ്ഥലങ്ങളിലൂടെയും ശൈത്താന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നു. അതെ, എല്ലാരെ കൂടെയും ഒരു പിശാചിനെയും ഒരു മലക്കിനെയും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്റെയും നിങ്ങളൊക്കെ കൂടെ എന്തുണ്ട്? ഒരു ശൈത്താനുണ്ട്, ഒരു മലക്കുണ്ട്, നമ്മളൊക്കെ കൂടെ. ഖുർആൻ സൂറത്ത് കാഫിൽ അത് പറയുന്നുണ്ട്, വഖാല ഖരീനുഹു, രണ്ട് കരീൻ, രണ്ട് കൂട്ടുകാർ. ആ കൂട്ടുകാരെ പറ്റി തഫ്സീറിൽ കാണാം, ഒന്ന് പിശാചാണ്, ഒന്ന് മലക്കാണ്. ഇത് നമ്മുടെ ഒക്കെ കൂടെ ഉണ്ട്. എന്റെയും നിങ്ങളുടെ ഒക്കെ കൂടെ ഒരു പിശാചുമുണ്ട്, ഒരു മലക്കുണ്ട്. രണ്ട് സമയത്ത് മലക്ക് നമ്മുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളെ ശരീരത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് മലക്ക് രണ്ട് സമയത്ത് മാറി നിൽക്കും. അതൊന്ന് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴാണ്. അതുകൊണ്ട് അപ്പോഴും പിശാച് എന്നുള്ള കാവലിന് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺ പിശാചെന്നും പെൺ പിശാചെന്നും അള്ളാഹുവോട് കാവൽ ചോദിക്കുന്നത്. അതെ, അപ്പോൾ മലക്ക് നമ്മളിന്ന് മാറിക്കുന്ന സമയം, മലക്ക് ബാത്റൂമിലേക്ക് വരില്ല. ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മളിന്ന് മലക്ക് മാറുന്നുണ്ട്. മറ്റൊരു സമയം ഭാര്യ-ഭർത്ത ബന്ധ സമയമാണ്. ആ സമയത്തും നമ്മോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ബിസ്മില്ലാഹി ജിന്നി മിനശ് ശൈത്വാൻ, അള്ളാഹിനോട് കാവൽ ചോദിക്കാൻ, പിശാചിന് കാവൽ ചോദിക്കാൻ. അതെ, ഈ രണ്ട് സമയത്തും മലക്ക് മാറിക്കും. അതുകൊണ്ട് മലക്കും പിശാചും നമുക്ക് ഓരോരുത്തരുടെയും കൂടെയുണ്ട്. അതുകൊണ്ട് ആ പിശാചിനെ നമ്മളേറെ കരുതിയിരിക്കാൻ നമുക്ക് കഴിയണം. ശരിക്ക് ശൈത്താനെ പറ്റി പഠിച്ചാൽ
നമുക്ക് ഒരാളോടും ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒരു പകയും ഒരു പോരുമൊന്നും ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല എന്നുള്ള ശൈത്താനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് കച്ചറായിട്ട് സംസാരിക്കണം, ഒരു ശബ്ദത്തിട്ട് സംസാരിക്കണം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കാൻ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എനിക്കറിയുന്നത് അതിൽ ഒരാൾ പറയുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാ എന്ന് പറഞ്ഞാൽ അയാളുടെ ദേഷ്യം മാറുന്നു. അതെ, അപ്പോ അത് ആ കച്ചറുണ്ടാക്കുമ്പം ആ ശബ്ദത്തെ സംസാരിക്കുമ്പോൾ അത് പിശാചിന്റെ ഇടപെടലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് ദേഷ്യം ഉണ്ടാവില്ല. അതെ, ഒരാളോട്. ഇപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭയങ്കര ദേഷ്യപ്പെട്ട് ഒരു പ്രത്യേക രൂപത്തിൽ സംസാരിച്ചു. ദേഷ്യത്തോടു കൂടി ഒരു പ്രത്യേക രൂപത്തിലായിട്ട് സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഇപ്പോൾ നീയല്ല, നിന്റെ പിശാചാണ് സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പൊ ആ ഒരു സംസാരം റസൂലുള്ള പിശാചിനെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഇപ്പോൾ നീയല്ല ആയിഷ സംസാരിക്കുന്നത്, നിന്റെ പിശാചാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ശാസ്ത്രമൊക്കെ അപ്പൊ ആരോട് ദേഷ്യമല്ല? ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് ദേഷ്യമല്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അല്ല സംസാരിക്കുന്നത്, പിശാചാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ശൈത്താനെ പഠിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരാളോടും ദേഷ്യം പിടിക്കാൻ കഴിയില്ല. കാരണം അയാൾക്ക് ആ ചൂടാകുന്നത് അയാൾ ആ പിശാചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മൾ പറയലുണ്ട് സാധാരണ പത്രത്തിലൊക്കെ പൈശാചികമായ കൊലപാതകം എന്നൊക്കെ കേൾക്കാറുണ്ട്. സത്യത്തിലെന്താ, കൊല്ലണത് നമ്മൾ തന്നെയാണെങ്കിലും ആ പിശാചിന്റെ പ്രവർത്തനയിലുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് ശൈത്താനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ പിന്നെ ഒരാളോടും നമുക്ക് ദേഷ്യമില്ലാത്തൊരു മാനസികാവസ്ഥ വരുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആരാധന കൊണ്ടൊക്കെ നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പം നമുക്ക് ഉണ്ടാവേണ്ടതും റമദാനിലൊക്കെ നമ്മൾ ഏറെ കേട്ടതും എന്താണ്? ഒരാളോടും വെറുപ്പും വിദ്വേഷമൊന്നും ഇല്ലാത്തൊരു മനസ്സിന്റെ ഉടമയാണ് നമ്മളാവാൻ. അതാണല്ലോ ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ള ആ തഖ്വയുള്ളവരാകുമ്പം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് നമ്മൾ എത്തുന്നതാണ്. അത് പിശാചിനെ പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സ് വരും. ആ മനസ്സ് വരുമ്പോഴാണ് മുഹമ്മദ് ശാസന്മാർക്ക് തന്നെ കൂക്കി പരിഹസിച്ച് കല്ലെടുത്തെറിഞ്ഞ് നാട് കടത്തി അങ്ങനത്തെ സന്ദർഭത്തിലെല്ലാം ത്വായിഫിൽ നിന്നൊക്കെ ഏറുകൊണ്ട് മുട്ടുംകാലിൽ നിന്നെത്തിയതും രക്തമൊലിച്ചപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ എറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, തന്നെ ദ്രോഹിച്ച് മർദ്ദിച്ച് പാര വെച്ച് കൂക്കി വിളിച്ച് പരിഹസിച്ച് എല്ലാ നിലക്കും വിഷമമുണ്ടാക്കി അങ്ങനത്തെ വിശപ്പും ക്ഷീണവും അങ്ങേറ്റത്തെ അവസ്ഥ എത്തി മുട്ടുംകാലിന് രക്തമൊഴുകി ഓടുകയാണല്ലോ. വിശപ്പും രക്തം വാർന്ന് ദാഹിച്ച് ആ മരുഭൂമിയിലൂടെ തായിഫിലൂടെ ഓടി ഒരു സ്ഥലത്തിരിക്കുമ്പം അവിടെയാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞത്, ഇത്രയും ആക്രമണം ഇവർ ചെയ്തപ്പം ഇവരെ നശിപ്പിക്കാൻ മാത്രം കഠോരമാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയോട് പറയുമ്പോ എന്താ റസൂലുള്ള പറഞ്ഞത്? റസൂലുള്ളാഹി അവർക്ക് വേണ്ടി അല്ലാഹുമ്മ ഗഫിർലി ഖൗമി വഇന്നഹും ലാ യഅലമൂൻ. നോക്കൂ നിങ്ങൾ, ഇത്രയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദേഷ്യമില്ലാതാകുകയും ഇങ്ങനെ മർദ്ദിച്ച് വിഷമിച്ച് രക്തം വാരുമ്പോഴും അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അറിവില്ലാത്തോണ്ട് ചെയ്തു പോകുകയാണ് എന്ന് മനം പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞതെന്നുകൊണ്ടാണ് ആ വ്യക്തികളോട്, തന്നെ എറിഞ്ഞവരോട് എന്തില്ല, ആ വ്യക്തികളോട് ദേഷ്യമല്ല, അവരെ പിശാചിനോടാണ് ദേഷ്യം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പം ആരോടും ഒന്നുമില്ലാത്ത അവസ്ഥ ശൈത്താനെ പറ്റി ശരിക്കും പഠിക്കുമ്പം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അതെ. അപ്പൊ പിന്നെ നമുക്ക് ഒരു വ്യക്തിയോടും ദേഷ്യമില്ലാത്തൊരു മനസ്സ്, അത് കൃത്യമായിട്ട് ശൈത്താൻ അറിഞ്ഞാൽ നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ശൈത്താൻ ഉണ്ടാക്കുന്ന ഫിത്തനകൾ ഏറ്റവും വലുതെന്താ? ഇപ്പൊ നമ്മൾ ഈ ശൈത്താനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ആളുകളൊക്കെ വീടുണ്ടാക്കുമ്പോഴാണ് കരിങ്കണ്ണ നോക്കി പേടി ഇങ്ങനെ എഴുതിയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു നോക്കൂത്തി ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ ഇങ്ങനത്തെ പല ജാതി പരിപാടി ആളുകൾ ചെയ്യുന്നതാണ്. ഇതൊന്നും ഇസ്ലാമികല്ലല്ലോ, ഇതൊന്നും എഴുതിയേക്കാൻ പറഞ്ഞതല്ല. അതെ, എന്നാൽ എന്തുണ്ട്? കണ്ണേറുണ്ട്, അസൂയുണ്ട്, ഇതെല്ലാം ഉണ്ട് എന്ന്
മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്. ഐനുക ഹക്കുൻ, കണ്ണേറ് സത്യമാണ്. കണ്ണേറുണ്ട്, അത് സത്യമാണ്. അതിനെന്തല്ല, അതിനെന്ത് ചെയ്യരുത്? കരിങ്കണ്ണ നോക്കി പേടി നെയ്യക്കരുത്. അത് ഇസ്ലാമിലില്ല, അത് ഇസ്ലാമിന് പറ്റൂല. അതുപോലെ കരിങ്കോയും കരിങ്കുപ്പിയും, ഇത് ആളുകള് കരിങ്കോയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ. കാരണം എന്താ, അതൊക്കെ ചില തങ്ങന്മാർക്ക് എടുത്ത് കൊണ്ടുകൊടുക്കണ പരിപാടിയാണല്ലോ. ഇങ്ങനെ പല തത്സമാവത്തിൽ പോണേ, അതൊന്നും ഇസ്ലാമികല്ല, അത് പൈശാചികമായി ഉള്ള പ്രവർത്തനാണ്, അത് പാടില്ല എന്നതാണ്. അതിന് എഴുതിയക്കലോ അങ്ങനെ ആളുകളെടുത്ത് പോലോ ജ്യോത്സ്യനും തങ്ങളും പണിക്കരും ചാത്തൻ സേവാ മഠത്തിലൊക്കെ ചെന്ന് ആളുകൾ ഇങ്ങനെ പല ജാതി പരിപാടികളിൽ ഒപ്പിക്കണ അത്തരം പരിപാടികളൊന്നും ഇസ്ലാം അനുവദിക്കുന്നതല്ല. എന്നാൽ ഐനുക ഹക്കുൻ, കണ്ണേറ് സത്യമാണ്. കണ്ണേറുണ്ട്, അസൂയയുണ്ട്. അതുകൊണ്ടാണല്ലോ വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെടുത്തുമ്പം അതിന്റെ കെടിന്ന് കാവൽ നൽകാൻ അല്ലാഹ് എന്ന് നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞത്. അത് ഉണ്ടായിട്ടാണ്, റസൂലുള്ളാഹി പറഞ്ഞതാണ്. കണ്ണേറ് സത്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്. അതെ, നമ്മൾ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ആരെ പറച്ചിൽ വരെ ഒരാൾക്ക് പറ്റാം, ഒരു കുട്ടിക്ക് പറ്റാം. എന്താണ് ആ കുട്ടിന്റെ പാട്ട്, എന്താണ് ആ കുട്ടിന്റെ ചൊറുക്ക്, ഇങ്ങനെ നമ്മൾ പറയരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ എന്ത് ചെയ്യണം? മാഷാ അല്ലാഹ്, നല്ല കുട്ടി, തബാറക്കല്ലാ. ഇപ്പൊ നമ്മൾ അറബികളൊക്കെ കാണുന്നല്ലോ, അറബികൾ എന്ത് പറയുമ്പോഴും ബാറക്കല്ലാ, അല്ലാ ഇർഹം, മാഷാ അല്ലാ എന്നിങ്ങനെ അറബികൾ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയല്ലോ. അങ്ങനെയാണ് നമ്മളൊക്കെ ആവേണ്ടത്. കാരണം അതൊക്കെ പറയാൻ കഴിയണമെങ്കിൽ ഒരു കുട്ടിയെക്കുറിച്ച് ഒരാളെക്കുറിച്ചൊക്കെ നന്മ പറയുമ്പോൾ അല്ലെങ്കിൽ നല്ലത് കാണുമ്പോൾ അവിടെ ഒരു തബാറക്കല്ലാ, മാഷാ, അതും എന്തല്ല മാഷാ അല്ലാ തബാറക്കല്ലാ എന്നിങ്ങനെ ഏതെങ്കിലുമൊക്കെ ബോർഡ് എഴുതിയൊക്കെയല്ല. അതൊക്കെ നമ്മളിങ്ങനെ നാവുകൊണ്ട് പറയേണ്ട ഒരു സാധനം. അതൊക്കെ പറയാൻ കഴിയണമെങ്കിൽ ഈ കണ്ണേറും അതുപോലുള്ളതുമൊക്കെ അതൊക്കെ മനസ്സിലാക്കി അത് തട്ടാതിരിക്കാൻ ഇങ്ങനെ പറയണമെന്നാണ്, ഇങ്ങനെ നമ്മൾ സംസാരത്തിൽ അത് വരണമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓരോന്നും. അതെ, ചെറിയ കുട്ടികൾ നമ്മളൊക്കെ രാത്രി കിടക്കുമ്പം ഊതി കിടക്കണം എന്നാണ് ചില ഉമ്മാരൊക്കെ മുമ്പ് പറഞ്ഞ. എത്ര സത്യ. ഒരു കുട്ടി ഇങ്ങനെ ഞെട്ടിച്ചാടുമ്പോ, ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ ഞെട്ടിച്ചാടിയപ്പോ ഒന്ന് ഊതി കടുത്തഞ്ഞിട്ടത് പറയും. ശരിക്കും ഊതി കടുത്തണം എന്ന് മുഹമ്മദ് ഷാസ് പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ആ കുട്ടിക്ക് ഈ കണ്ണേറുതും തട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആ കുട്ടിക്ക് കുൽ അല്ലാഹുവും ഫലക്കും നാസും ആയത്തുൽ കുർസിയും ഒക്കെ ഓതി കയ്യിലൂതി തടവി കടുത്തണം എന്നാണ് മുഹമ്മദ് ഷാസ് മരണവേളയിൽ പോലും അത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റുഖിയ ശറയ്യ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നാ. ശറയ്യ എന്ന് പറഞ്ഞാലോ ശറയിൽ അനുവദിക്കപ്പെട്ട മന്ത്രം. അതാണ് കുലുല്ലാഹും ഫലക്കും നാസൊക്കെ ഓതി തടവാൻ പറഞ്ഞത്. അത് നമുക്കോട് പറഞ്ഞ സാധനമാണ്. എന്നാലോ റസൂലുള്ളാഹി ഓതി കെട്ടരുതെന്ന് പലരും അതാണ് ചെയ്യാൻ പോവുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തങ്ങളീ മോലിയാരെയും ഉസ്താദിനെയും പണിക്കരെയും എല്ലായിടത്തും പോവുക ആളുകൾ, ഇതൊന്ന് മാറിക്കിട്ടാൻ. ശരിക്കും അതല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അത് തെറ്റാണ്, ശിർക്കാണ്. ആരും എന്ത് ചെയ്യരുത്? ഈ ഓതി കെട്ടുക എന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി ചെയ്യാത്ത പണിയാണ്. അതുകൊണ്ട് അത്തരം പണികളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല? ഒരു ഐക്കല്ലോ ഉറുക്കോ ഏൽസോ ഒരു കറുത്ത നൂലോ കരിവളയോ ഇടാനോ കെട്ടാനോ ഇത് തട്ടാക്കാനുള്ള പരിപാടിയായിട്ട് ആൾക്കാർ ഒരു ആലന്റെ അടുത്ത് എല്ല് വരെ കെട്ടിത്തൂക്കലുണ്ട്. ഇതൊന്നും അതെല്ലാം കുപ്പി കെട്ടിത്തൂക്കൽ പലതും ഉണ്ടാവും. കാലികളൊക്കെ കഴുത്തില് കുറെ കറുത്ത സാധനങ്ങള്, കറുത്ത ചരട്, പലതും. ഇതൊന്നും പാടില്ല. ഇസ്ലാം ഇതൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞത് റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ്. അതെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഓരോന്ന് നല്ലത് കാണുമ്പം നമ്മൾ മാഷാ അല്ലാഹും തബാറക്കല്ലൊക്കെ പറയാന്നല്ലാതെ മറ്റൊന്നും നമ്മൾ പറയില്ല. അതുപോലെ രാത്രി കിടക്കുമ്പം ഇങ്ങനെ ഊതി തടവുക എന്നതും കുട്ടികൾക്ക് ഓതിക്കൊടുക്കുക എന്നുള്ളതും റസൂലുള്ളാഹി മരിക്കാൻ സമയത്തും ആയിഷ റളിയല്ലാഹു അൻഹാ ആ രോഗിയായി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തു? റസൂലുള്ളാഹിന്റെ കൈ എന്നെ നിവർത്തിപ്പിടിച്ചു. എന്നിട്ട് മുവദ്ദത്തിൻ ഓതി, ഫലക്കും നാസും ഒക്കെ ഓതി. എന്നിട്ട് ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ഊതിയിട്ട് ഇങ്ങനെ തടവി കൊടുത്തു. അതെ, രോഗമായി അവസാന ഘട്ടത്തിലൊക്കെ നമുക്ക് ഊതി തടവിക്കൊടുക്കാം. ഇതൊക്കെ സുന്നത്താണ്. എന്നാലോ ഒന്ന് കെട്ടുക എന്നുള്ളതോ അത് ഭയങ്കര കുറ്റവും ശിർക്കുമാണ്. റസൂലുള്ളാഹി അതും പഠിപ്പിച്ചു. 9 പേര് മുസ്ലിമുള്ള ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. 9 പേര് ഇസ്ലാം സ്വീകരിക്കാൻ വരിക. 8 ആൾക്ക് റസൂലുള്ളാഹി കലിമ ചൊല്ലിക്കൊടുത്തു. 9ാമത്തെ ആളെ കൈ പിടിച്ചപ്പോ ആ കൈമലുണ്ടൊരു ചരട്.
ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹിനോട് ഈ സഹാബി പറഞ്ഞു, അതൊരു ബർക്കത്തിന് കെട്ടിയാണ്, എന്നാ പൊട്ടിച്ചെറിയൂ, എന്നാലേ ഞാൻ കലിമ ചൊല്ലിത്തരൂ. ആരെങ്കിലും ഏൽസോ ഉറുക്കോ ഐക്കല്ലോ നൂലോ കെട്ടിയാൽ അശ്റക, ശിർക്ക് ചെയ്തു, അല്ലാഹുവിൽ പങ്കു ചേർത്തു, അത് അഴിച്ചു മാറ്റ് എന്ന് പറഞ്ഞിട്ടാണ്, അത് അഴിച്ചു മാറ്റിയതിനു ശേഷമാണ് 9ാമത് ആൾക്ക് മുഹമ്മദ് നബി ഷഹാദത്ത് ചൊല്ലി കൊടുത്തത്. അതെ, ഇത് കെട്ടി ഷഹാദത്ത് ചൊല്ലിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കണം. അപ്പൊ അത് പഠിക്കണം എന്ത് ചെയ്യണം? ശൈത്താനെ മനസ്സിലാക്കണം. ശൈത്താനുണ്ട്, ശൈത്താന്റെ പ്രവർത്തനം ഉണ്ട്. എന്നാൽ ചില ആളുകൾ എന്താണ്, പിശാചൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. അത് ശൈത്താൻ ഏറ്റവും ഇഷ്ടമാണ്. ശൈത്താനുണ്ട്, അതിന്റെ പ്രവർത്തനം ഉണ്ട് എന്ന് മനസ്സിലായാലേ അതിന്റെ പ്രൊട്ടക്ട്, അതിന്റെ കാവൽ നമ്മൾ അള്ളാഹിനോട് തേടുള്ളൂ. അല്ലെങ്കിലോ അതൊന്നും ഇല്ലാന്നൊരു സാമട്ടിൽ പറഞ്ഞൊഴിഞ്ഞാലോ ആളുകൾ നിന്നുള്ള പ്രതി. അപ്പൊ കള്ളൻ എന്താ ആവശ്യം? കള്ളൻ ആവശ്യം പരിസരത്തൊന്നും കള്ളന്റെ പെരുമാറ്റമില്ല എന്നറിയലാണ്. അതാണ് കക്കാൻ സുഖം. ഇപ്പൊ ഇന്നലെ അയൽവാസിന്റെ വീട്ടിൽ കള്ളൻ കടന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മൊബൈലും നമ്മളെ പൈസയും വാച്ചും ഒക്കെ അടിമിടൊക്കെ വെച്ചൊക്കെ നേരെ ഒന്ന് റെഡിയാക്കി അതൊക്കെ എടുത്ത് ഒതുക്കി വെക്കും. കാരണം എന്താ? ഇന്നലെ അവിടെ വന്നാണ്. അത് ഉണ്ട്. അത് കള്ളന്റെ ആവശ്യം എന്താ? ഇവിടെ ഒന്നും കള്ളന്റെ പെരുമാറ്റമില്ല. അതാണ് മോഷ്ടിക്കാറ്റ സുഖം. ഇതേപോലെ ശൈത്താൻ ആവശ്യം എന്താ? ശൈത്താന്റെ ഈ പ്രവർത്തനം അതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ കാവലും ഈ പറഞ്ഞ ദിക്റും ദ്വായും പ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിശാചിന് നമ്മളിതിൽ ഇടപെടാൻ ഏറ്റവും സുഖമായിരിക്കും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ശൈത്താനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. റമദാൻ കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ അതിന്റെ തുടർച്ച ശരിക്ക് കിട്ടണമെങ്കിൽ ശൈത്താൻ എന്നുള്ള രക്ഷ നമുക്ക് റബ്ബ് തന്നെ തരണം. അതുകൊണ്ട് അതിനുള്ള ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ ചൊല്ലിയിരിക്കണം. അവിടെയാണ് നമുക്ക് ആ കാവൽ കിട്ടുക. അത് റസൂലുള്ളാഹി കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 മറ 100 പ്രാവശ്യം ഒരാൾ പ്രഭാതത്തിൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അന്ന് ആ ചൊല്ലുന്നതോടുകൂടി അയാൾക്ക് 100 നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് മുഹമ്മദ് നബി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. 100 തിന്മ നമ്മളിൽ നിന്ന് മായ്ക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പോരാ, 3-ാമത് റസൂൽ പറഞ്ഞതറിയോ? അന്ന് വൈകുന്നേരം വരെ ശൈത്താൻ എന്നുള്ള കാവൽ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് മുഹമ്മദ് നമ്മൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് അത്തരം ഓരോന്നും ശ്രദ്ധിച്ച് പിശാചിന്റെ ഇടപെടലുള്ള ഏരിയകൾ കൃത്യമായി മനസ്സിലാക്കി ആ മറഞ്ഞ ശത്രുവിന് റബ്ബ് തന്നെ നമുക്ക് കാവൽ തരണം. റബ്ബിനോട് നിരന്തരമായി തേടി അങ്ങനെ യഥാർത്ഥ ഈമാന്റെ ചാർജ് കുറഞ്ഞു പോകാതെ, അതേ മൊബൈൽ ചാർജ് തീരുന്നതിനേക്കാളേറെ നമ്മുടെ ഈമാന്റെ ചാർജ് തീർന്നു പോകും. മൊബൈൽ ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ ചാർജ് ചെയ്യണ്ടല്ലോ. കുറച്ച് നല്ല ഫോണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വേഗം തീരും. അതുകൊണ്ട് അതിനേക്കാളേറെ ചാർജ് ഈമാൻ തീർന്നു പോകും. അതുകൊണ്ട് നിരന്തരമായി ശൈത്താനുള്ള കാവലിന് ചാർജ് ചെയ്തുകൊണ്ട് അദ്കാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാത്തിലും ശ്രദ്ധാലുക്കളായി നമ്മൾ സൂക്ഷ്മതയോടുകൂടി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്കും കുടുംബത്തിനും സാധ്യമാകണം. അതുകൊണ്ട് മുഖ്യ ശത്രുവിനെ തിരിച്ചറിഞ്ഞുള്ളൊരു ജീവിതം നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമുത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളേറെ ജാഗ്രത കാണിക്കണം ശൈത്താന്റെ വിഷയത്തിൽ. ഇപ്പം നമ്മൾ നേടിയെടുത്ത് നിലനിർത്തണമെങ്കിൽ അത് അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, തറാവീഹ് എന്നുള്ള നമസ്കാരം അത് റമളാനിൽ മാത്രമുള്ളതല്ല. തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമ നമസ്കാരം, റാഹത്തുള്ള നമസ്കാരം എന്നൊക്കെയാണ്. ആ നമസ്കാരം അവസാനത്തെ 10 എത്തിയപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു? പലരും അത് തഹജ്ജുദായി നമസ്കരിച്ചു.
അതെ, ഖിയാമുൽ ലൈലെന്നും തറാവി എന്നും ഉറങ്ങി ഒന്ന് നിസ്കരിക്കുന്നതിന്റെ പേര് തഹജ്ജുദ് എന്നൊക്കെ ആവും. ഈ നമസ്കാരം എന്നുമുള്ളതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 6ാമത്തെ ഫർള് നിസ്കാരം, അത്ര മഹത്വമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് നിവർത്തിച്ചു പോകണം. റമളാനിന് മാത്രം ഉള്ളതല്ല, എന്നുമുള്ളത്. അതുകൊണ്ട് ഉറങ്ങി ഉണന്ന് സുബൈന്റെ മുമ്പ് ഒന്ന് പൊങ്ങി, ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 റക്അത്ത് വിത്തെങ്കിലും നിസ്കരിക്കാൻ ഈ റമളാൻ കഴിഞ്ഞുള്ള ആദ്യ ജുമയിൽ വന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സാധിക്കണം, നമ്മുടെ വീട്ടുകാർക്ക് സാധിക്കണം. അതെ, ഒന്നിങ്ങോട്ട് പൊങ്ങാൻ, ഒന്ന് നേരത്തെ ഒന്ന് എഴുന്നേൽക്കാൻ, എന്നിട്ട് ആ പൊങ്ങി നമ്മളൊന്ന് റബ്ബിനോട് പറയാൻ. അപ്പോഴാണ് നമ്മളെ ചാർജ് നിലനിൽക്കുക. നോമ്പും അങ്ങനെ തന്നെ സഹോദരങ്ങളെ. നോമ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഇപ്പൊ പറയണത് നോൽബ് കഴിഞ്ഞല്ലോ, നോൽബ് തീർന്നു പോയല്ലോ. തീർന്നിട്ടില്ല, നോമ്പ് ഇനിയുമുണ്ട്. അതെ, നമുക്കെല്ലാവർക്കും അറിയാലോ. സുമ്മ സിത്തൂന, റമളാൻ കഴിഞ്ഞ് ആ 6 നോമ്പ് തുടർത്തിയാൽ, സഹോദരിമാരാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട നോമ്പ് റമളാൻ കഴിഞ്ഞുള്ള നോമ്പ്, ആദ്യം ആ കടള്ള നോമ്പ് വീട്ടി, പിന്നെ ഈ മാസത്തിൽ 6 നോമ്പ് നിവർത്തിച്ചു പോന്നാൽ അത് നോറ്റാളുകളുണ്ടാവും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബാക്കിയുള്ളവർക്ക് നോൽക്കാനുള്ള തൗഫീഖ്. ഈ മാസത്തിൽ 6 നോമ്പ് നമ്മൾ എടുത്താൽ 1 വർഷം നോമ്പ് നോറ്റ കൂലി വിശ്വാസികളായ നമുക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് ശാസ്മ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും എടുക്കണം. നമ്മളെന്താ അറിയോ, ഒരു പഥ്യം സ്വീകരിക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ നാളെ നിങ്ങൾ ഓപ്പറേഷനാണ്, അതുകൊണ്ട് ഫുഡ് കഴിക്കരുത് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൂടി കുടിച്ചാതെ കാത്തുക്കാൻ റെഡിയാണ്. കാരണം എന്താ, ഡോക്ടർ പറഞ്ഞതിന് സർജറിന്റെ മുമ്പ് ഇങ്ങനെ പട്ടിണി എടുക്കണം, റെഡിയാണ്. നമ്മൾ 24 മണിക്കൂർ കിടക്കാൻ റെഡിയാണ്. പക്ഷേ ഇത് റബ്ബ് പറഞ്ഞതാണ് എന്ന നിലക്ക് ചെയ്യാൻ, അതിനൊക്കെ എന്ത് ചെയ്യണം, നമുക്കൊരു അസുഖം വരുമ്പോൾ അതിൻ്റെയൊക്കെ വില അറിയും. ഇപ്പൊ നമ്മൾ ഈ നീറ്റിറക്കുന്ന കാര്യമില്ല. മാരകമായ രോഗത്തിന്റെ വൈറസ് എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ടോ നമുക്കറിയില്ല. ഒരൊറ്റ ബ്ലഡ് ടെസ്റ്റിലായിരിക്കും അറിയാം കിഡ്നി വീക്കാണ്, മറ്റേതാണ് ക്യാൻസർ ആണെന്ന്. കള്ള കാക്കുമാറാകട്ടെ. അതുകൊണ്ട് കിട്ടിയത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ആര് നോമ്പ് വെക്കാത്തുണ്ടോ ഈ മാസത്തിൽ ഒരു 6 നോമ്പ്, ഒരു കൊല്ലം നോമ്പ് ഒറ്റ കൂലി നമുക്ക് കിട്ടണം. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, റസൂല പറഞ്ഞത് ഒരാള് ആരാണെങ്കിലും അദ്ദേഹം മാസത്തിൽ 3 നോമ്പ് നോറ്റാൽ, 3 നോമ്പ്, അതായത് 13, 14, 15, അറബി മാസത്തിലെ 13, 14, 15 ആ 3 നോമ്പ് നോറ്റാൽ 1 മാസം നോമ്പ് നോറ്റ കൂലി അയാൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ നമ്മുടെ വീട്ടിൽ തുടങ്ങിയാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ എത്ര വീടുണ്ട് നിങ്ങൾ, എത്ര വീട് തിങ്കളും വ്യാഴം നോമ്പ് എടുക്കുന്ന വീടുണ്ട്. അതെ, നമുക്കറിയാലോ തിങ്കളും വ്യാഴം നോമ്പുണ്ട്. അതെ, എല്ലാ തിങ്കളും വ്യാഴമാണ് നമ്മുടെ ഹിസാബ് റബ്ബിങ്കിലേക്ക് എത്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ കണക്ക് റബ്ബിങ്കിലേക്ക് എത്തുമ്പം നോമ്പുകാരനായിട്ട് എന്റെ കണക്ക് റബ്ബിലേക്ക് എത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഒരു കാരണം തിങ്കളും വ്യാഴം നോമ്പിനെ പറ്റി മുഹമ്മദ് ഷാഫ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മളിലൊന്ന് നിവർത്തിച്ചു പോരാൻ ആരും അറിയാതെ നമുക്കിങ്ങനത്തെ ഒരുപാട് നന്മ ചെയ്യാൻ. നമ്മൾ ആരോടും ഇങ്ങനെ നോൽമ്പാണെന്ന് പറയണ്ടല്ലോ. നമ്മൾക്ക് നോമ്പ് നോറ്റി നോക്കി നിങ്ങൾ എന്തൊരു സുഖമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നോമ്പില്ലെങ്കിലോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം. നമ്മൾ പറയും ഞാൻ ഇന്ന് ചോറുന്നില്ല എന്നൊക്കെ പറയും. നോമ്പ് പറ്റിയില്ലെങ്കിൽ, നോമ്പ് പറ്റാലോ നമുക്ക് ആ സമയം ലാഭം. ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിലൊക്കെ പോയാൽ എത്ര നേരം, അരമണിക്കൂർ ഇരുന്ന് ഒരു ഭക്ഷണം കിട്ടി, പിന്നെ കഴിച്ചതിന്റെ ക്ഷീണം. ഇതൊന്നുമില്ല, നോമ്പ് പറ്റാൻ എന്തായി, ഇത്രയും സമയമൊക്കെ ലാഭമായി. അപ്പൊ ഇങ്ങനത്തെ നോമ്പുകളൊക്കെ ഒന്ന് നിവർത്തിച്ചു പോരാൻ കൂടി നമുക്ക് സാധിക്കണം. അതൊക്കെ ശൈത്താനുള്ള ഒരു രക്ഷയും നമുക്ക് അല്ലാഹ് തരും. നമ്മളെ ഈമാൻ ആ ചാർജിൽ നിലനിൽക്കാൻ അത് സഹായകമാകും. അതുകൊണ്ട് അത്തരം കാര്യത്തിലൊക്കെ തികഞ്ഞ ജാഗ്രത നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വീട്ടുകാരോടൊക്കെ ഒന്ന് പറയണം. എങ്ങനെ, തിങ്കളാഴ്ച അല്ലേ, നമുക്ക് നോമ്പായിക്കോട്ടെ, നമ്മൾ 6 നോമ്പ് അവിടെ പൂർത്തിയാക്കുക. നമ്മൾ എന്നാണ് അറബിയിലെ 13, 14, 15 ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക, ഒന്ന് ചർച്ച ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, വീട്ടിലൊക്കെ ആ ഒരു നോമ്പിന്റെ സിറ്റുവേഷൻ അത് മാറിപ്പോകാതെ നമ്മൾ എത്ര ആയുസ് കിട്ടുന്നുണ്ടോ, അടുത്ത റമദാൻ വരെ ആയുസ് കിട്ടുകയാണെങ്കിൽ അത് നമ്മളിങ്ങനെ തുടർന്ന് നോക്കി എന്തൊരു ആനന്ദമായിരിക്കും. അതിൽ കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു കാവൽ, ഒരു പ്രൊട്ടക്റ്റ്, അത് റബ്ബ് നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ശൈത്താനെ മനസ്സിലാക്കിയത് പറ്റും. നിങ്ങൾ നോക്കി, പലരിപ്പോ
നേരത്തൊക്കെ സുബൈക്കും തറാവീക്കൊക്കെ ജമാഅത്തിന് ഇശാക്ക് വന്ന ആൾക്കാരെ ഇപ്പൊ പലരും എന്താണ് ഈ ചൂടെടുത്തിട്ട് പോലും 2 കൈയും ഏശിയൊക്കെ ഇട്ടിട്ടും അല്ല ഫാനൊക്കെ ഇട്ടിട്ടും എന്ത് ചെയ്യുന്നു, 2 കൈയും കാലിലേക്ക് അമർത്തി പിടിച്ച് കാൽമെന്ന് പോയ പുതപ്പ് ഒന്നും റെഡിയാക്കിയിട്ട് കിടക്കണപ്പം സുബൈക്ക്. അങ്ങനെ ഉണ്ടാവരുത് സഹോദരങ്ങളെ. നമ്മളെ മക്കളൊക്കെ ഒന്ന് ഉണർത്തി അവരെയായിട്ട് പള്ളിക്ക് വരുന്ന രൂപം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് റസൂൽ അവിടെയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശൈത്താനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ സുബൈന്റെ ബാങ്ക് നീക്കാത്തവന്റെ ചെവിയിൽ മൂത്രം വയ്ക്കും പിശാചി എന്ന് റസൂല പഠിപ്പിച്ച. ഇങ്ങനെ ഒരുപാട് കാര്യം അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഒരു നേടിയത് അതേപോലെ അലാറം ഓഫ് ആവാതെ അത്തായത്തിന് അലാറം വെച്ചതുപോലെ നമ്മൾ അലാറം ഇനിയും അടിക്കട്ടെ, ഇനിയും എഴുന്നേൽക്കട്ടെ, അങ്ങനെ തുടരട്ടെ, തുടർത്തിപ്പോട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും റബ്ബ് പുറത്തിരുമാകട്ടെ. സഹോദരങ്ങളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായി ഇങ്ങനെ ഒരു ബടിയും കുത്തിപ്പിടിച്ച് എല്ലാം കഴിഞ്ഞ് ചെയ്യേണ്ട ഒന്നല്ല. ഹജ്ജ് എന്നുള്ളത് നമ്മൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം, ഏറ്റവും യങ് പ്രായത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പ്രായമായി ഒരുപാട് പ്രാരാബ്ദം പറഞ്ഞ് കുട്ടിനെ കെട്ടിച്ചാണ്ട് അത് മറ്റു പണിയൊക്കെ കഴിഞ്ഞില്ല, മറ്റോളെ കല്യാണം നടക്കണം, ഇങ്ങനത്തെ ഒന്നും പറയണ്ട. ഞമ്മക്ക് സമയമായോ, പ്രത്യേകിച്ച് കുറഞ്ഞ ആഭരണം ഉണ്ടെങ്കിൽ ഒരു 5 പവൻ 6 പവൻ ആഭരണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഹജ്ജിന് പോകാൻ പെണ്ണുങ്ങൾക്കൊക്കെ. ഇവിടെ ഹജ്ജ് എന്നുള്ളത് അത് എപ്പോഴേലും ലാസ്റ്റ് ചെയ്യേണ്ട ഒന്നായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അതൊക്കെ എത്രയും നേരത്തെ ചെയ്യണം. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായിട്ട് ഈ മാർച്ചിൽ വരുന്ന ഞായറാഴ്ച, ഈ മാർച്ച് 29 മറ്റന്നാള് ഹജ്ജ് പഠന ക്യാമ്പ് മഞ്ചേരി സിറ്റി പെയിനിൽ ഓഡിറ്റോറിയത്തിലുണ്ട്. 9 മണി മുതൽ 1 മണി വരെയാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. പി എൻ അബ്ദുൽ മദനി, പിന്നെ അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, മുഹമ്മദ് സാദിഖ് മദീനി, സമീർ മുണ്ടേരി എന്നിവരെന്ത് ചെയ്യുന്നു, പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അതിൽ എന്ത് ചെയ്യണം, നമ്മളെ പറ്റാവുന്ന ഹജ്ജിന് നമ്മുടെ കുടുംബത്തിലോ അയൽപ്പക്കത്തോ ആരെ പോകുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും നമ്മൾ പോകുന്ന എല്ലാവരും കുടുംബസമേതം അവരുടെ ആരൊക്കെയാണ് അവരൊക്കെ നമ്മൾ ഈ ക്യാമ്പിലേക്കുള്ള ഒരു അറിയിപ്പ് ഈ ജുമയക്കേട്ട നിങ്ങളെല്ലാവരും നൽകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ പള്ളിയുടെ ദൈനംദിന ചെലവിൻ്റെ കളക്ഷനാണെന്ന് അതും നമ്മളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളെന്ത് ചെയ്യാറിയോ, എന്തെങ്കിലും ഒരു തുക ഒരു കീശ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ദാനം ചെയ്ത് ശീലിക്കുക. ശരിക്കും ഡെയിലി ദാനം ചെയ്യണം. വെള്ളിയാഴ്ചത്തെ ഒരു ദാനം തന്നെങ്കിലും ചില ആൾക്കാരൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു വലിയ എന്താപ്പം നമ്മളിന്ന് കൊടുത്താൽ ഒന്നും കുറഞ്ഞു പോരല്ലോ, കോരിനെ കിണറ്റിലാണ് വെള്ളം ഉണ്ടാകുക നമ്മൾ പറയാറില്ല. അതുകൊണ്ട് നമ്മളത് കൊടുത്തടി ശീലിച്ചവർക്ക് തന്നെ കൊടുക്കാൻ കഴിയുള്ളൂ. അതെ, ളുഹർ നിസ്കരിച്ച ആൾക്ക് തന്നെ അസ്ർ നിസ്കരിക്കാൻ കഴിയുള്ളൂ. ഒരിക്കൽ കൊടുത്തോ തന്നെ പിന്നെ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഈ ദാനശീലമൊക്കെ റമദാനിന് മാത്രമല്ല, അൽഹംദുലില്ലാ റമദാനൊക്കെ നമ്മുടെ പള്ളിയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ അവസാനത്തെ പിന്നെ പിരിവിലൊക്കെ 50,000 രൂപന്റെ മുകളിൽ എന്ന് പറയും പോലെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കൊടുത്തു തന്നെയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഇനിയും എന്നും ദാനം ചെയ്യുന്നും നമ്മൾ നല്ലൊരു സംഖ്യ നമ്മൾ അതിനൊക്കെ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി നമ്മുടെ സമ്പത്തും ശരീരമൊക്കെ റബ്ബിൻ മാർഗത്തിൽ വിറ്റ് അതിന് പകരം സ്വർഗം വാങ്ങുന്ന യഥാർത്ഥ കച്ചവടക്കാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തിരുമാറാകട്ടെ. നമ്മൾ ഇതുവരെ റമദാനിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ രോഗികളായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അവരെ പരിചരിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പുണ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരീ സഹോദരൻ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിന് വിട പറയുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ഖബറിലെ അദാബിൽ നിന്നും അള്ളാഹു നമ്മയും കുടുംബത്തെയും കാക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة